വെൽക്കം ടു തന്നാടൻ ഫാമിലി പ്രതീക്ഷ. നല്ല അടിപൊളിയുടെ ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാന്ന് വിചാരിക്കുന്നു ഗായ്സ്. എന്ത് പ്രശ്നമുള്ള തയ്യത്തറിയാൻ നല്ല പോസിറ്റീവ് ആയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വ്ലോഗാണ്. ഞങ്ങളുടെ ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ ഒരു വലിയ ദിവസം ഉണ്ടായിരുന്നു. അന്നോട് എല്ലാവരും വന്നില്ല, രണ്ടുപേരും മാത്രം വന്നില്ല. ഒരാൾ ഖത്തറിലെ ജോലിയാണ്, നിങ്ങളുടെ മാമൻ്റെ മൂത്ത മോൻ ദീപണ്ണൻ. പിന്നെ അടുത്ത ആൾ അപ്പണ്ണനായിരുന്നു. അപ്പണ്ണൻ ഇവിടെ ബാംഗ്ലൂരാണ് ജോലി. പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ലീവൊക്കെ ആയി. അപ്പോൾ ഇവിടെ ഒന്ന് വന്നിട്ട് പോകാമെന്ന് വെച്ചിട്ട് അപ്പണ്ണൻ അമ്മ ചിത്ര വന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ അന്നേരം എടുത്തൊരു വ്ലോഗാണ് ഗൈസ്, കുക്കിംഗ് വ്ലോഗ്. അമ്മ പറഞ്ഞു അന്നേരം ഉണ്ടാക്കുന്ന സ്ഥലത്തിനൊക്കെ ഒരു വ്ലോഗ് എടുക്കാമെന്ന്. അങ്ങനെ പിന്നെ അമ്മ എടുത്ത സാധനമാണ്. എന്നോട് വോയിസ് ഓവർ ഇടാൻ പറഞ്ഞു ഗൈസ്. അപ്പോൾ നമുക്ക് വോയിസ് ഓവർ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ടുള്ള വ്ലോഗ് കൊണ്ട് എൻജോയ് ചെയ്യാം കേട്ടോ. പിന്നെ എല്ലാ സാധനത്തിൻ്റെയും ഡീറ്റെയിൽ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. അത്രേ ഉള്ളൂ ഗൈസ്, നമുക്ക് റെസിപ്പി കാണാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് തന്നെ കണവായിരുന്നു കേട്ടോ. കണവ പ്ലേറ്റിലിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ നല്ല കഴുകി വൃത്തിയാക്കി എടുക്കുക കേട്ടോ. അതിൻ്റെ ഫുള്ളായിട്ട് വീഡിയോ കിട്ടിയില്ല, അതുകൊണ്ട് എനിക്ക് വലുതായിട്ട് പറയാനും പറ്റിയില്ല. എന്നെ സവാള അരിഞ്ഞു, അതിൻ്റെ മുളകെടുത്ത് അരിയുക കേട്ടോ. അത് കഴിഞ്ഞ് തക്കാളി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ആവശ്യത്തിന് ആ ഒരു രീതിയിൽ അരിഞ്ഞു കൊടുത്തിട്ട് പിന്നെ നമ്മൾ പാത്രത്തിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ വഴട്ടി ഇങ്ങനെ എടുത്ത് നല്ല വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പാത്രം ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു. പിന്നെ നമ്മൾ കടുകിട്ട് നല്ല എക്സ്പ്ലോഷന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പൊട്ടിത്തെറിയൊക്കെ കഴിയുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ള കരിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കണേ. അതും ചൂടായി കഴിയുമ്പോഴാണ് നമ്മൾ സവാള ഇടുക. സവാള ഇച്ചിരി വലിയ ഇഷ്ടമായിരുന്നു, എനിക്ക് എങ്ങനെ വെള്ളം ഇടാൻ തോന്നുന്നു. ഞാൻ വെള്ളം കുക്ക് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ, സോറി. അപ്പോൾ അത് ഇങ്ങോട്ടിട്ട് നല്ലോണം ഇളക്കി നമുക്ക് വേണ്ടുന്ന ടേസ്റ്റ് അനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഒത്തിരി ഇടണ്ട, ഒത്തിരി കുറച്ച് ഇടരുത്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നല്ലോണം വഴട്ടിയതാണ്ട് ഈ ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്കിന് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം. അതാണ് തക്കാളി നല്ലോണം ഇട്ട് വഴട്ടി ഇതുപോലെ എടുക്കുക. ഇത് ഇച്ചിരി ഷേക്കായിപ്പോയി കേട്ടോ. അമ്മ ഒത്തിരി ഷേക്ക്ഡ് വീഡിയോ ഒന്നും എടുത്തത് എന്നോട് പറഞ്ഞില്ലായിരുന്നു, ഞാൻ അറിഞ്ഞുമില്ല. അതിന് സവാളയൊക്കെ എല്ലാം കൂടി ഇട്ടത് വഴട്ടി വന്നപ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം അങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ ഇത് അങ്ങോട്ട് മിക്സായി കഴിയുമ്പോഴാണ് അടുത്ത മസാലയൊക്കെ ഇടുക കേട്ടോ. ഇതിൽ നമ്മൾ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി നമുക്ക് ഇവിടെ 2-3 സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടുന്നത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. എനിക്ക് അതിൻ്റെ കറക്റ്റ് അളവ് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് എത്രയാണോ ടേസ്റ്റ് വരിക അതിനനുസരിച്ച് വേണം കേട്ടോ ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇടുന്നത്. എരിവുള്ള മുളക് പൊടിയാണ് കുറച്ചിട്ടാൽ മതി കേട്ടോ, എനിക്ക് എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ. എന്നിട്ട് നല്ലോണം ഇത് കണ്ടോ ഇങ്ങനെ കളറൊക്കെ ആയിട്ട് പിടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പൊടി മസാലയൊക്കെ പിടിച്ച് നല്ലോണം കളറൊക്കെ ആയിരുന്നു. അപ്പോൾ നല്ലോണം ഇളക്കി ആ ഒരു കളറ് വരുന്ന ഭാഗമായിട്ട് വരുമ്പോഴത്തേന് ഇളക്കി വെച്ചിട്ട് പിന്നെ നമുക്ക് ഇതിനടുത്ത് അടച്ച് വെക്കാം കേട്ടോ. അടച്ച് പിന്നെ വേവിച്ചെടുക്കുക. നല്ലോണം താണ്ട് ഇത് വെന്ത് വന്നപ്പോൾ തന്നെ നമ്മൾ അടുത്ത സീനും എടുത്തിട്ടുണ്ടായിരുന്നു. വെന്ത് അങ്ങോട്ട് വന്നപ്പോൾ നല്ല കളറായി, നല്ല ബ്രൗൺ കളറില്ലേ, നല്ല ബ്രൗണും ചുമപ്പും ഒക്കെ മിക്സായിട്ടുള്ളൊരു കളറായി. അത് കഴിയുമ്പോൾ തന്നെ ഇതിൽ കണവൊക്കെ ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇതിൽ ചെയ്ത നെക്സ്റ്റ് പരിപാടി. പിന്നെ ഇതിൽ അല്ലാത്ത കുറേ മസാലകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളുടെ കുരുമുളക് പൊടി, ഗരം മസാല അതൊക്കെ ഇടൂലേ, അതൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി സ്മൂത്തായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഷേക്ക്ഡ് വീഡിയോ ആണ് കേട്ടോ. എന്നോടമ്മ പറഞ്ഞു തന്നെ ഞാൻ വന്നിരുന്നേനെ. ബിക്കോസ് അമ്മ ഒരു കയ്യിൽ ഫോൺ വെച്ച് സ്റ്റാൻഡ് വെച്ചൊക്കെ പരിപാടി ചെയ്യുക. പിന്നെ ഇത് വെന്ത് കഴിയുമ്പോൾ തന്നെ ഇതിൽ നമ്മൾ കുറച്ച് കരിവേപ്പില മേളിൽ നിന്ന് ഇട്ട് കൊടുക്കും കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റാണെന്നാണ് പറയുക. പിന്നെ എല്ലാവരും കൂടെ സ്പ്രൈറ്റ് കുടിക്കാൻ ഇരിപ്പുണ്ടായിരുന്നു. ഞാനും ഇവിടെ ഇരിപ്പുണ്ട്, പക്ഷേ എനിക്ക് സ്പ്രൈറ്റ് ഒന്നും ഇഷ്ടമില്ല, ഇതുവരെ കുടിച്ചിട്ടില്ല ഒരു സ്പ്രൈറ്റ്. പിന്നെ ഇവിടെ നമ്മൾ ഇറച്ചി വെട്ടാണ് അമ്മയും അച്ഛനും കൂടി ഇറച്ചി വെട്ട് പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ അവരവിടെ സ്പ്രൈറ്റ് കുടിക്കുന്ന നേരത്തെ ഇവർ ഇറച്ചി വെട്ടാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതായിരുന്നു ഇവിടുത്തെ പരിപാടി. ഇറച്ചി നമ്മൾ എനിക്ക് തോന്നുന്നു ഇറച്ചി നമ്മൾ കുറച്ചേ മേടിച്ചുള്ളായിരുന്നു. അപ്പോൾ അതിങ്ങനെ എടുത്തിട്ട് നല്ലോണം വെട്ടി പരുവത്തിന് സെറ്റാക്കി എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചായിരുന്നു. അത് കഴിയുമ്പോൾ തന്നെ മല്ലിപ്പൊടി, മുളക് പൊടി അതൊക്കെ നമ്മളിതിൽ ആവശ്യമുള്ളതുപോലെ ഇട്ട് സെറ്റാക്കി കൊടുക്കണം കേട്ടോ. എത്രയാണോ വേണ്ടുന്നത് ആ അളവിൽ നമ്മൾ ഇതിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിട്ടിട്ട് നമ്മൾ ഇതിലോട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ്, ടേസ്റ്റിന് എത്രയാണോ വേണ്ടുന്നത് കൂടാതെയും കുറയാതെയും ആ കറക്റ്റ് അളവിൽ ഉപ്പിട്ടിട്ട് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ട് മൊത്തോടി പുരട്ടി ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. വറുക്കാനുള്ളതുണ്ടായിരുന്നു, കറി വയ്ക്കാനുള്ളതും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ അമ്മു ചേച്ചിയാണ് കേട്ടോ ഈ കറുത്തയിൽ വെള്ളപ്പുള്ളിയുടെ ടീഷർട്ട് ഇട്ടേക്കുന്നത്. അത് ചേച്ചിയുടെ ടീഷർട്ടായിരുന്നു. പിന്നെ ചേച്ചി തുണി കൊണ്ടുവന്നില്ലെന്ന് തോന്നുന്നു, അപ്പോൾ എൻ്റെ ചേച്ചി തന്നതായിരുന്നു. പിന്നെ ഇവിടെ വ്ളോഗിൽ നല്ല ആക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഞാനൊന്നും ശ്രദ്ധിച്ചില്ല, ബിക്കോസ് അമ്മ എടുത്തതുപോലും അറിഞ്ഞില്ലായിരുന്നു ഞാൻ. അതപ്പോൾ ഇവിടെ കുറേ പച്ചക്കറികളൊക്കെ ഇങ്ങനെ അവിയലിനും ഓരോ പരിപാടികൾക്കൊക്കെ മുറിച്ച് സെറ്റാക്കുമായിരുന്നു. അപ്പോൾ അതിങ്ങനെയാണ്. ചേച്ചിക്ക് വീഡിയോയിൽ വരാൻ ഇഷ്ടമല്ല, അതുകൊണ്ട് എടുത്തില്ല.
ഈ പച്ചക്കറിയൊക്കെ ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ, നമ്മൾ അവിയൽ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇതിനകത്തോട്ട് ചേർത്തങ്ങ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണേ. എത്രയാണോ വേണ്ടുന്നത് അതിനനുസരിച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മൾ കരിവേപ്പില ഇതിൻ്റെ മേളിൽ ഇട്ടിട്ടുണ്ട്. നമ്മളെല്ലാം കൂടി ഇട്ടിട്ട് ചൂടാക്കുന്നത് ആണ് കേട്ടോ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടാക്കുമ്പോൾ എല്ലാം കൂടി ഒന്നൊന്നായിട്ട് ഇടാം, പക്ഷേ എല്ലാം കൂടി ഇട്ടിട്ട് അമ്മ അങ്ങ് അടച്ച് വെച്ചേതു. അത് ചൂടായി വന്നപ്പോഴത്തേക്കും നല്ലോണം ആ ഒരു പച്ചക്കറിയൊക്കെ ആവിയിൽ ഇങ്ങനെ വെന്ത് വരൂലേ, ആ പരുവൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പിന്നെ നമ്മൾ എന്താ പറയുക തേങ്ങയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റൊക്കെ ഇല്ല, അതൊക്കെ എടുത്തിട്ട് നല്ലോണം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിട്ട് നല്ലോണം ഒന്ന് ഇളക്കണം കേട്ടോ, ആ ഒരു സംഭവം മിക്സ് ആവണം. പിന്നെ നമ്മൾ ആസ് ഓൾവേസ് ആ ഒരു പാത്രത്തിനകത്തുള്ള സംഭവം കളയാതെ വെക്കണം. അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തങ്ങ് ഒഴിച്ചേരെ. വെള്ളം ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. നമ്മൾ പിന്നെ എത്ര ഒഴിച്ചാലും പിന്നെ ലാസ്റ്റിൽ ആ ഒരു പരുവം എപ്പോഴും ആ ഒരു കുഴകുഴ പരുവായിരിക്കണം എപ്പോഴും അവിയലിന്, എന്നാലേ ടേസ്റ്റും നല്ലൊരു ഭംഗിയായിട്ട് വരുള്ളൂ. വെള്ളം പോലെ ഉണ്ടാക്കല്ലേ. അതിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കുമായിരുന്നു. അമ്മ ആംഗിൾ പിടിച്ച് മാറ്റിയതാണ്. നമ്മൾ എപ്പോഴും ലെഫ്റ്റിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ ഇന്ന് നമ്മൾ റൈറ്റ് വെച്ചെടുത്തു. അത് നല്ലോണം ഒന്ന് ചൂടാക്കാൻ വെക്കണം കേട്ടോ. പിന്നെ നമ്മളിതിലോട്ട് വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്. വെള്ളമോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് അതിലോട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇതുകൊണ്ട് ഈ ഒരു ക്രീമി പരിവാകുമ്പോഴാണ് അവിയൽ തിന്നാൻ ടേസ്റ്റ് ഉള്ളത്. എനിക്ക് അവിയൽ പണ്ട് ഇഷ്ടമല്ലായിരുന്നു, ഇപ്പോൾ ഇഷ്ടമാണ്. എന്നാൽ ഞാൻ ഒത്തിരി കഴിക്കത്തുമില്ല. ബട്ട് ഞാൻ കഴിക്കാന്നുണ്ടെങ്കിൽ പച്ചക്കറിക്ക് മാറ്റിയിട്ടാണ് കഴിക്കുക. പിന്നെ ഇവിടെ അച്ചാമ്മയുടെ പരിപാടികളാണ്. ചക്കയുടെ അകത്തു നിന്നൊക്കെ എന്താ പറയുക, ഈ ചക്കക്കുരുവൊക്കെ എടുത്ത് മാറ്റിയിട്ട് മുറിക്കായിരുന്നു. പിന്നെ എന്നെ ഇവിടെ വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഇവിടെ എല്ലാവരും ആ പരിപാടികൾ, പിന്നെ അതിൻ്റെ ചേച്ചിയും പിന്നെ അപ്പണ്ണനും അമ്മച്ചേച്ചിയും കൂടെ ഒക്കെ ആയിട്ട് അവിടെ എന്താ പറയുക ഉള്ളിയൊക്കെ പൊളിക്കായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ ഇറച്ചി വറുക്കാൻ പോയിരുന്നു കേട്ടോ. അപ്പോൾ അതിന് നമ്മളിവിടെ ഇറച്ചിക്ക് വേണ്ടുന്ന നമ്മളൊരു മീൻ വറുക്കുന്ന പാൻ എടുത്തിട്ട് അതിൽ നമ്മൾ കരിവേപ്പിലയും എണ്ണയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് അതിൻ്റെ മേളിലായിട്ട് നമ്മൾ ഈ ഇറച്ചിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കരിവേപ്പില വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അതിന്. പിന്നെ ഇതുപോലെ തന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ ഈ ഇറച്ചിയൊക്കെ വറുത്തിട്ട് നമുക്കിതിൽ തേൻ ഒഴിക്കാം കേട്ടോ, അത് പൊളിയാണ്. എൻ്റെ ചേച്ചി ഒരു ദിവസം ഇവിടെ 2 ഇറച്ചിയുടെ കാല് ബാക്കി വന്നത് വറുക്കാൻ വന്നപ്പോൾ തേനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അത് ഹണി ഗ്ലേസ് ചിക്കൻ എന്നാട്ടോ പറയാം. പിന്നെ ഇറച്ചിയുടെ കറി ഉണ്ടാക്കാനായിട്ട് ഇതിലോട്ട് മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്, പിന്നെ മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ അത് ഇതിൽ കാണിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അമ്മ എല്ലാം ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എപ്പോഴും ഷോർട്സ് ഇടുന്ന ആൾ ഇപ്പോൾ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. മസാലയൊക്കെ ആവശ്യത്തിനിട്ട് നല്ലോണം ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് നമ്മൾ ആ ഒരു ഇറച്ചിക്കകത്തോട്ട് ആ മസാല പിടിക്കണ പരുവത്തിൽ നമ്മൾ നല്ലോണം ഇളക്കി വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോഴത്തേനും ഇവിടെ ഇറച്ചിയൊക്കെ വറുത്ത് വരുന്ന പരുവായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് പാത്രത്തിനകത്ത് നമ്മൾ നമ്മുടെ ജീരകമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ ഇവിടെ വന്നിട്ട് തേങ്ങയാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. ഇതിങ്ങനെ കൊച്ചു കഷ്ണമാക്കി മുറിച്ച് എടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ ആയിരുന്നു. ഇനി നമ്മുടെ അപ്പണ്ണനാണ് ഗൈസ്. അപ്പണ്ണനാണ് ബാംഗ്ലൂരിൽ ജോലി ഉണ്ടായിരുന്നത്. അപ്പണ്ണൻ ലീവ് കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നിട്ടൊന്ന് വരച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്നതാണ്. അങ്ങനെ തന്നെ എണ്ണയൊക്കെ നമ്മൾ ഇറച്ചിക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. ഇറച്ചിയുടെ എണ്ണ എടുത്തിട്ട് നമ്മൾ കടുകൊക്കെ ഇട്ട് നല്ലോണം ഇങ്ങനെ പൊടിച്ചങ്ങോട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ വെന്ത ആ ഒരു പരുവാകുമ്പോഴത്തേക്കും നമ്മൾ കരിവേപ്പില ഇടണം. സൈഡിൽ ഇറച്ചി വറക്കാൻ വെച്ചിട്ടുണ്ട്, അതിങ്ങനെ പരുവായിക്കൊണ്ടിരിക്കുകയാണ്. കരിവേപ്പില ഇട്ട് നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അതിനകത്തോട് നമ്മൾ ആവശ്യത്തിന് വരുന്ന ഈ നമ്മുടെ തേങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. എനിക്ക് തെറ്റിപ്പോയതാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് വെന്ത് വരണം. ആ പരുവൊക്കെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അത് കഴിയുമ്പോൾ തന്നെ നല്ലോണം ചൂടായി വരും. ഇങ്ങനെ ചൂടായി വരുമ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ചതച്ച് വെക്കൂലേ, അതിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്യണം കേട്ടോ. അത് ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സീൻ. പിന്നെ സവാളയും പിന്നെ നമ്മുടെ മുളകൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. മുളക് നമ്മൾ നടുക്കൂടെ വരിഞ്ഞെടുത്താൽ മതി, നമ്മൾ കഷ്ണമാക്കണ്ട. പിന്നെ അതിൻ്റെ സവാള നമ്മൾ നല്ല അടിപൊളിയായിട്ട് ചോപ്പ് ചെയ്ത് ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടാണ് വെക്കുക. ഇത് രണ്ടും കൂടെ നമ്മൾ ഈ തേങ്ങയൊക്കെ ഇട്ട സാധനം ഇങ്ങനെ നല്ലോണം ബ്രൗണൊക്കെ ആയി കഴിയുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നല്ലോണം എടുത്ത് മിക്സ് ചെയ്യാട്ടോ. ഇതെന്താ സ്ലോ മോഷനോ? അയ്യോടാ, ഇത് സ്ലോ മോഷൻ ക്ലിപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി തെറ്റിപ്പോയി, എന്നാലും വേണ്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഇറച്ചിയൊക്കെ വെന്തൂരുന്നുണ്ടായിരുന്നു. ഞാൻ അറിയാതെ എടുത്ത ക്ലിപ്പാണ്. ഞാനാണോ ആരാണോ എന്ന് എനിക്കെന്നെ ഓർമ്മയില്ല. പിന്നെ ഇതിൽ നമ്മുടെ ഇറച്ചി ഇത് ഞാൻ എടുത്ത ക്ലിപ്പാണ് കേട്ടോ. ഞാൻ തന്നെ സ്ലോ മോഷനാക്കി കുളമാക്കി, എന്നാലും വേണ്ടിയില്ല. പിന്നെ നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ല പോണക്ക് വഴട്ടിയെടുത്തിട്ട് ആ ഒരു പരുവം നല്ല വഴുവാവണം കേട്ടോ. അത് കഴിയുമ്പോൾ തന്നെ നല്ലോണം തന്നെ അടച്ച് വെച്ചിട്ട് വേവിക്കുക. നല്ല അടച്ച് ഫ്ലെയിമൊക്കെ എങ്ങനെയാണോ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നല്ലോണം ചൂടായി വരും. അപ്പോഴത്തേക്കും എന്താണ്ട് ഇതിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ആ ഒരു എന്താ പറയുക, അടപ്പ് നോക്കിയപ്പോഴത്തെ വെള്ളം നല്ലോണം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു പരുവാകുമ്പോൾ തന്നെ നല്ലോണം അങ്ങ് ഇളക്കി വെക്കണം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഇളക്കി സോട്ടേ ചെയ്ത് നല്ല ആ ഒരു ഗോൾഡൻ ബ്രൗൺ പരുവൊക്കെ ആകുമ്പോൾ സെറ്റാക്കുക. പിന്നെ അമ്മ പുറത്തുള്ള ഒരു കാഴ്ചകളാണ്. ഇങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് മതിൽ, പിന്നെ
നമ്മളിപ്പോൾ ഈ ഇടയ്ക്ക് ചെയ്താണ് കേട്ടോ. ഈ അടിയിൽ ഇങ്ങനെ നാച്ചുറൽ സ്റ്റോണ്, സൈഡിലൊക്കെ നമ്മളല്ലാതെ ടാർപ്പ് വിരിച്ചിട്ട് ഇങ്ങനെ കല്ലിടൂലേ, കൊച്ചു കല്ല്, അതൊക്കെയാണ് വെച്ചേക്കുന്നത്. ഫ്രണ്ടിൽ മാത്രമാണ് കേട്ടോ ഈ സംഭവം. പിന്നെ ഇവിടെ നമ്മൾ ഈ സാധനം എല്ലാം കൂടി ഇങ്ങനെ നല്ലോണം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇട്ടിങ്ങനെ മിക്സ് ചെയ്യുന്ന വഴിക്ക് നമ്മൾ മുളക് പൊടി ഇടുന്നുണ്ട്. എത്ര ആണോ എരിവ് വേണ്ടുന്നതിനനുസരിച്ച് ഇടുക കേട്ടോ. നല്ലോണം മുളക് പൊടി ഇടേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് എരി ഇഷ്ടമല്ല അത്ര. ചില സമയത്ത് എരി ഇഷ്ടമാണ്, ചിലപ്പോൾ ഇഷ്ടമല്ല. പക്ഷേ എനിക്കിപ്പം മധുരത്തിനോട് ഭയങ്കര കുറവാണ് കേട്ടോ, എന്താണെന്നറിയത്തില്ല. ഇവിടെ മല്ലിപ്പൊടി ഇട്ട് നല്ലോണം ഇളക്കി കേട്ടോ. പിന്നെ നമ്മളിതിൽ ഇറച്ചി വാരി ഇടുന്നുണ്ട്, കരിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എന്തു പറഞ്ഞു വെച്ചാൽ എനിക്ക് മധുരം ഇപ്പം വലുതായിട്ട് ഇങ്ങോട്ട് പിടുത്തല്ല. ഞാൻ കല്യാണത്തിന് പോയ പായസം ഞാൻ ശരിക്കും പറഞ്ഞാൽ സേമിയാണെങ്കിൽ കുടിക്കും, പക്ഷെ ഇപ്പം അതും കുടിക്കില്ല. ഐസ്ക്രീം വേണ്ട, അങ്ങനെ പല സംഭവങ്ങളൊക്കെ എനിക്ക് തുടങ്ങിയിട്ടുണ്ട്, എന്താണെന്നറിയില്ല. അടുത്ത സ്ലോ മോഷൻ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ഞാൻ എടുത്തതാണ്. ഇൻഡയറക്റ്റ്ലി ഞാൻ അറിഞ്ഞതുപോലും ഇല്ല. ബട്ട് ഓക്കെ, ഞാൻ വീഡിയോ നല്ലോണം കണ്ടു കാണും പെട്ടെന്ന് അറിയാതെ. പിന്നെ ഇങ്ങനെ ചൂടായി നല്ലോണം വരുന്നുണ്ട് കേട്ടോ. ഈ ചൂടായ പരുവാകുമ്പോൾ തന്നെ നല്ലോണം മിക്സ് ചെയ്ത് സെറ്റാക്കി വെക്കണം. അതിനകത്തൊരു കരളൊക്കെ കണ്ടോ ഗൈസ്, എനിക്ക് സന്തോഷം വരുന്നത് കാണുമ്പോൾ. പക്ഷേ എനിക്കത് കിട്ടിയായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് കരൾ ഭയങ്കര ഇഷ്ടമാണ് ഈ ഇറച്ചിയുടെ, എനിക്കറിയാൻ പാടില്ല, അതൊരു പ്രത്യേക സുഖമാണ്. പിന്നെ നമ്മൾ ഇറച്ചി വറുത്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഈ പാത്രം കൊണ്ട് വെച്ചു കേട്ടോ. എനിക്കൊന്ന് അവിടെ നിന്നോട് ഫ്ലെയിം ഉണ്ട് തോന്നുന്നത്, അവിടെ വെച്ചത്. അപ്പോൾ അതിനിങ്ങനെ ചൂടാവാനായിട്ടുള്ള ആ പരുവം വരെ ഇനി നല്ലോണം ഇളക്കിയെടുക്കുക. ഇറച്ചി സൈഡിൽ ഇറച്ചി വറക്കുന്നതും ഓണാക്കി വെച്ചിട്ടുണ്ട്. അത് ഞങ്ങളിപ്പോൾ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇതിൻ്റെ ക്ലിപ്പ് ഉണ്ടെങ്കിൽ എനിക്കത് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഇളക്കി അടച്ചങ്ങ് വെക്കുക കേട്ടോ. നല്ല വെന്ത് പരിപാവണം. അടച്ചു വെച്ചിട്ട് ഇവിടെ അമ്മ എന്താ ഇങ്ങനെ പാത്രമൊക്കെ സ്റ്റാൻഡിൽ വെച്ചേക്കണതും പിന്നെ കിച്ചനൊക്കെ ഒന്ന് കാണിക്കുവാണ് കേട്ടോ. കിച്ചൺ ടൂർ എന്ന് തന്നെ പറയാം, മിനി കിച്ചൺ ടൂർ. ലൈക്ക് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പരിപാടികളൊക്കെ നടന്നപ്പോൾ അമ്മ വെറുതെ എടുത്തതാണ് കേട്ടോ ഇങ്ങനെ വീഡിയോ. അതെനിക്കൊന്ന് ഇറച്ചി ഉണ്ടാക്കുന്നതിന് മുമ്പ് എടുത്ത വീഡിയോ ആണോ എന്തത് എനിക്കറിയാൻ പാടില്ല. പിന്നെ ഇവിടെ ഇറച്ചി വറുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മ അതിങ്ങനെ എടുത്തിട്ട് തിരിച്ച് വെച്ചിട്ട് വേണ്ട പാത്രത്തിലോട്ട് ഇടുന്നുണ്ട്. നമ്മൾ ആ പാത്രത്തിൽ വിളമ്പിയിട്ടായിരുന്നു കേട്ടോ കൊണ്ടുപോയത്. 2-3 ഇങ്ങനെ കുറേ കൊച്ചു കൊച്ചു കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് വലുതും എടുത്തു. അപ്പം അങ്ങനെ എനിക്ക് വറുപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ വറുക്കുന്നതിനായിട്ട് സെപ്പറേറ്റ് എനിക്കും കൂടെ ആയിട്ട് എടുത്തതാണ്. പിന്നെ ഇവിടെയാണ് അപ്പുണ്ണന് അമ്മച്ചേച്ചി, ഞങ്ങളുടെ ചേച്ചിയാണ് കേട്ടോ മോൻ കാണിക്കാതിരിക്കുന്നത്. പുറകിന് ഇങ്ങനെ വെള്ളക്കുത്തുള്ള തുണിട്ടേക്കണ ഞങ്ങളുടെ അമ്മച്ചേച്ചി, ചുമന്ന ഷർട്ട് ഇട്ടത് അപ്പുണ്ണൻ. അങ്ങനെ അച്ഛൻ താണ്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ഇറച്ചി വെന്ത് നല്ല പരിഭവമായി. ഇറച്ചി വെന്ത് കഴിയുമ്പോൾ തന്നെ ഇതിലോട്ട് ബാക്കി മസാല, ഇതെന്താ ഗരം മസാലയാണ് എന്താ എനിക്ക് പേരറിയില്ല, ബട്ട് മസാല നല്ലോണം ഇട്ട് മിക്സ് ചെയ്യണം കേട്ടോ. മസാല ഇട്ട് നല്ല പരുവത്തിന് അങ്ങോട്ട് മിക്സ് ചെയ്ത് നല്ല ബോണൊക്കെ മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് ഇത് അടച്ച് വേവിക്കുക കേട്ടോ. അടച്ച് വേവിക്കണം, അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടാൻ പാടില്ലായിരിക്കും. പിന്നെ അച്ഛനാന്ന് തോന്നുന്നു ടി വിയിൽ വാർത്ത വയ്ക്കണം. അച്ഛൻ്റെ എപ്പോഴത്തേയും പരിപാടിയാണ് വാർത്ത കണക്കം. പിന്നെ അമ്മ വെറുതെ ഒരു വീഡിയോ എടുത്തതാണ്, ഇങ്ങനെ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് വീഡിയോ എടുക്കാൻ തോന്നി, അങ്ങനെ എടുത്തതാണ്. അമ്മ അച്ഛനും കൂടി ഒരു ഫ്രെയിമിൽ ഇങ്ങനെ ഹാപ്പി ഫ്രെയിമാണ്, അത് കാണാൻ സുഖമുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കറി എടുക്കുന്നു. എനിക്കൊന്ന് ഉപ്പ് നോക്കാനാന്ന് തോന്നുന്നു, എല്ലാവരെയും കൊണ്ട് ഉപ്പ് നോക്കിപ്പിക്കുന്ന പരിപാടിയാണ്. എനിക്ക് ഓർമ്മയില്ല ഇത് എപ്പോഴാണ് സംഭവിച്ചതെന്ന്, ഞാൻ തന്നെ മറന്നു. ഈ സംഭവം എനിക്ക് ഓർമ്മയില്ല തന്നെ. ചിലപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ലായിരിക്കും ആ സമയത്ത്. അങ്ങനെ എല്ലാവരും കൂടി ഉപ്പ് നോക്കലായിരുന്നു. അല്ല ഞാനിവിടെ ഉണ്ടായിരുന്നു, ഞാൻ ഉണ്ടായിരുന്നു തോന്നുന്നു. പക്ഷേ എനിക്ക് മറവിയാണ്, പെട്ടെന്ന് എന്തോ മറന്നുപോയി ഞാൻ. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ മല്ലിയാണ് എടുക്കുന്നത്. മല്ലി നല്ലോണം മുറിച്ചെടുത്തിട്ട് ഇറച്ചിക്കകത്തിരുന്നു. മല്ലി ഇടാതെ ഇറച്ചി ഉണ്ടാക്കിയ ഒരുമാതിരി ഒരു ഇതാണ്. പിന്നെ എല്ലാവരും കൂടെ കഴിക്കാനിരുന്നപ്പോഴത്തേക്കിന് നല്ല ഒരു വ്ളോഗ് പോലെ വീഡിയോ എടുത്തു. ഞാൻ അവിടെ നിന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. കണവ പിന്നെ നമ്മുടെ ഇറച്ചി എല്ലാ സാധനങ്ങളും സെറ്റാണ്. മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നതല്ല, അപ്പുറത്ത് അച്ചാമ്മ ഉണ്ടാക്കിയായിരുന്നു. ഞങ്ങൾ മീൻ ഉണ്ടാക്കിയില്ലായിരുന്നു തോന്നുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇവിടെ നമ്മുടെ ചക്ക ഉണ്ടായിരുന്നു. പിന്നെ ചക്കയ്ക്ക് വേണ്ടുന്ന എന്താ അതിന് പറയുന്നത്, അതിനുള്ള ചമ്മന്തി പോലത്തെ ഐറ്റമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നല്ലോണം വയറുനിറച്ച് കഴിച്ച് ഞാൻ അവിടെ നിന്ന് ഫോൺ നോക്കുവാണ്. എൻ്റെ വീഡിയോ ഒക്കെ എന്തിനാണ് എടുത്തത് എനിക്കറിയാൻ പാടില്ല. അതൊരു വീഡിയോ ഉണ്ടായിരുന്നു, ഇങ്ങനെ എന്തോ പൊക്കിത്താക്കണം, അത് ചെയ്യുമായിരുന്നു ഞാൻ. പിന്നെ എല്ലാവരും കൂടി അവിടെ കിടന്ന് ടി വി കണ്ടു. അത് കഴിഞ്ഞപ്പോൾ അവർ പോവാറായി, അമ്മ ചേച്ചി അപ്പോഴാണ് ഇവിടെ. അപ്പോൾ അന്നേരം അമ്മ ബൈ ബൈ പറയുന്ന വീഡിയോ ആണ് ഗൈസ്. ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ബൈ. പിന്നെ അച്ചാമ്മയുടെ അടിപൊളി സ്പ്രേ കിസ് ഉണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നല്ല കാര്യത്തിന് പോകാനുള്ളൂ, എവിടെ പോകാനുള്ളൂ ചാമ്മ തരും. അപ്പോൾ അതിങ്ങനെ തരുന്നത് ഇങ്ങനെ സൗണ്ട് വരും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും എല്ലാവരോടും പോകുന്ന ഒരു സമയമായി. വണ്ടിയിൽ കയറിയിരിക്കാൻ കേട്ടോ. അവർ പോകുന്ന സമയത്ത് ചായയൊക്കെ കുടിച്ചായിരുന്നു. അന്നേരം എന്താകുമ്പോൾ വീഡിയോ എടുക്കാഞ്ഞെന്ന് എനിക്ക് ഓർമ്മയില്ല. ചായ കുടിച്ചപ്പോൾ എടുത്തില്ലായിരുന്നു തോന്നുന്നു. അപ്പോൾ എല്ലാവരും കൂടി പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ടാറ്റയൊക്കെ പറഞ്ഞു ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടാറ്റ ബൈ ബൈ, സീ യു.